എല്ലാവർക്കും ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. ക്രെഡിറ്റ് കാർഡുകൾ ഇനി വെറും പ്ലാസ്റ്റിക് കഷ്ണങ്ങളായി മാറുമോ? ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ കൊണ്ടുവന്ന ഒരു മാറ്റം കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും. ഒരു വലിയ വിപ്ലവം നമ്മുടെ ഫോണിനുള്ളിൽ, നമ്മുടെ UPI ആപ്പുകളിൽ നിശബ്ദമായി തന്നെ നടക്കുന്നുണ്ട്. സംഗതി നിസ്സാരമല്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകർ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ, അവർക്ക് വേണ്ടി ബാങ്ക് ഓഫ് ബറോഡ ഒരു പുതിയ സൗകര്യം തുടങ്ങിയിട്ടുണ്ട്. ജൻധൻ അക്കൗണ്ട് ഉള്ളവർക്ക് 5000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. ഇത് വലിയ കാര്യമല്ലായിരിക്കാം, പക്ഷെ ഇതിന്റെ പിന്നിലെ സാങ്കേതികതയാണ് താരം. ഈ 5000 രൂപ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ നേരിട്ട് UPI വഴി ചിലവാക്കാം. ഇത്രയും കാലം നമ്മൾ UPI ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ചിലവാക്കാൻ മാത്രമാണ്. അതായത് കയ്യിലുള്ള പണം ഡിജിറ്റലായി നൽകുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. കയ്യിൽ പണമില്ലെങ്കിലും ബാങ്ക് അനുവദിക്കുന്ന ഒരു പരിധിവരെ നമുക്ക് കടമായി UPI വഴി പണം അടയ്ക്കാം. ക്രെഡിറ്റ് ഓൺ UPI എന്ന് ലളിതമായി ഇതിനെ പറയാം. ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് ലൈനും പിന്നെ ഈ പുതിയ UPI ക്രെഡിറ്റും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് മൂന്ന് വഴിയാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കാർഡാണ്. അത് ഉപയോഗിക്കാൻ സ്വൈപ്പിംഗ് മെഷീൻ വേണം, അല്ലെങ്കിൽ ഓൺലൈൻ കാർഡ് ഡീറ്റെയിൽ അടിക്കണം. ഇനി നമ്മൾ ചില ആപ്പുകളിൽ കാണുന്ന ക്രെഡിറ്റ് ലൈൻ എടുത്താൽ ആ പണം ആദ്യം നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം ചിലവാക്കാൻ. എന്നാൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ പുതിയ സിസ്റ്റം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇതിന് കാർഡിന്റെ ആവശ്യമില്ല, പണം അക്കൗണ്ടിലേക്ക് മാറ്റുകയും വേണ്ട. പകരം നിങ്ങളുടെ UPI ആപ്പിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് പോലെ ഈ ക്രെഡിറ്റ് ലിമിറ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നേരിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് കടക്കാരന് പണം നൽകാം. അതായത് ക്രെഡിറ്റ് കാർഡിന്റെ ഗുണവും UPIയുടെ വേഗതയും ഒത്തുചേരുന്ന ഒരു മാജിക് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കണം, കാർഡ് കൈപ്പറ്റണം, അതെപ്പോഴും കൂടെ കരുതണം. എന്നാൽ ഈ പുതിയ സംവിധാനത്തിൽ നിങ്ങളുടെ UPI ആപ്പിൽ തന്നെ ഒരു ക്രെഡിറ്റ് ലൈൻ ഉണ്ടാകും. ബാങ്ക് ഓഫ് ബറോഡ ഇത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ആദ്യം പരീക്ഷിക്കുന്നത്. ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവർക്കും പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമാണ്. ബ്ലേഡ് പലിശക്കാരുടെ അടുത്തേക്ക് ഓടേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ മെച്ചം. ഇപ്പോൾ ഇത് 5000 രൂപയാണെങ്കിൽ നാളെ ശമ്പളക്കാരായ ആളുകൾക്ക് 50000 രൂപയോ 1,00,000 രൂപയോ ഒക്കെ ഇതുവഴി UPI കടമായി ലഭിക്കാം. സ്വാഭാവികമായി നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് കുറയ്ക്കും. UPI ആക്സെപ്റ്റ് ചെയ്യുന്ന ചെറിയ കടകളിൽ പോലും ക്രെഡിറ്റ് കാർഡ് സ്വീകരിക്കാറില്ല. കാരണം അവർക്കതിന് പ്രത്യേക മെഷീൻ വേണം. പക്ഷെ UPI QR കോഡ് എല്ലായിടത്തും തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ സാധാരണക്കാരുടെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് അവരുടെ UPI ആപ്പിലെ ഈ ക്രെഡിറ്റ് ലൈൻ ആയിരിക്കും. എങ്കിലും ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡുകൾ പൂർണ്ണമായും ഇല്ലാതാകില്ല. വലിയ പർച്ചേസുകൾ നടത്തുമ്പോഴോ വിദേശ യാത്രകളിലോ അല്ലെങ്കിൽ റിവാർഡ് പോയിന്റുകൾക്ക് വേണ്ടിയോ ഒക്കെ നമ്മൾ കാർഡുകൾ തന്നെ ഉപയോഗിച്ചേക്കാം. പക്ഷേ ദൈനംദിന ആവശ്യങ്ങൾക്ക്, അതായത് പെട്രോൾ അടിക്കാനോ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനോ ഒക്കെ UPI ക്രെഡിറ്റ് തന്നെയാകും താരം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ലാഭമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പണം ചിലവാക്കാൻ ഇത്രയും എളുപ്പമാകുമ്പോൾ നമ്മൾ അറിയാതെ കടക്കെണിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഓരോ സ്കാൻ ചെയ്യുമ്പോഴും നമ്മൾ വാങ്ങുന്നത് കടമാണെന്ന ബോധം വേണം. കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ വലിയ പലിശ നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല, നമ്മുടെ സിബിൽ സ്കോറിനെയും അത് ബാധിക്കും. ബാങ്കുകൾക്ക് ഇനി ഓരോ വിഭാഗം ആളുകളെയും പ്രത്യേക ക്രെഡിറ്റ് ലൈനുകൾ നൽകാം. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്കോ ചെറുകിട കച്ചവടക്കാർക്കോ ഒക്കെ അവരുടെ ആവശ്യാനുസരണം പണം ലഭ്യമാക്കാം. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയെ പോലെ ഇത്തരം സാങ്കേതിക മാറ്റങ്ങൾ നേരത്തെ സ്വീകരിക്കുന്ന ബാങ്കുകൾക്ക് വരും കാലത്ത് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. പരമ്പരാഗത രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ബാങ്കുകൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ UPI ഇനി വെറും പണം അടയ്ക്കാനുള്ള ആപ്പ് മാത്രമല്ല, നിങ്ങളുടെ ബാങ്കും നിക്ഷേപവും കടം വാങ്ങാനുള്ള സൗകര്യവും എല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന വിപ്ലവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്രെഡിറ്റ് കാർഡിനേക്കാൾ സുരക്ഷിതവും ലാഭകരവും UPI ക്രെഡിറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ET മലയാളം ഫോളോ ചെയ്യാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.